അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനെ വന്ന നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. സാധാരണയായിട്ട് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയമാണിത്. യേശുവിന്റെ ജനനത്തിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മളെല്ലാവരും ക്രിസ്മസ് സാധാരണയായിട്ട് ആഘോഷിക്കുന്നു. നന്മയുടെ, ശാന്തിയുടെ, ഒത്തുചേരലിന്റെ, സമാധാനത്തിന്റെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഈ ഒരു സ്ഥിരം പല്ലവികൾക്കൊക്കെ അപ്പുറമായിട്ട് യഥാർത്ഥത്തിൽ ക്രിസ്മസ് നിങ്ങൾക്ക് എന്താണ്? എന്തുകൊണ്ടാണ് ക്രിസ്മസിന് ഇത്ര മഹത്വം വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ, അവനോടുള്ള ആ ഒരു വലിയ ഒത്തുചേരലോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകും എന്നത് ഞാൻ കരുതുന്നു. ക്രിസ്മസ് എന്നതിൻ്റെ മഹത്വം ബൈബിളിൽ കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കുക. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പുസ്തകം വരെ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ എല്ലായിടത്തും നമ്മൾക്ക് കാണാൻ സാധിക്കും പഴയ നിയമ പുസ്തകങ്ങളിൽ. ഈ പുസ്തകം മുഴുവൻ യേശുവിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാണുവാനുള്ള ആ ഒരു കണ്ണുകൾ നമ്മൾക്ക് തുറന്നു കിട്ടുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് യേശുവിനെ മാത്രമാണ്. പഴയ നിയമ പുസ്തകങ്ങൾ മുഴുവൻ നമുക്ക് യേശുവിനെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. സ്ത്രീയുടെ സന്തതി നിന്റെ തല മെതിക്കും എന്ന ആ ഒരു ആദ്യത്തെ പ്രൊഫസിയോടുകൂടി, പ്രൊഫസി എന്നത് പറയാൻ പറ്റത്തില്ല, കാരണം അത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. പ്രവാചകന്മാർ പറയുമ്പോഴാണ് പ്രൊഫസി എന്ന് പറയുന്നത്. എങ്കിലും ഇത് ഇവിടെ ഞാൻ അങ്ങനെ ഒരു യൂസേജ് പറയുകയാണ്. അപ്പം അവിടം തൊട്ട് പലയിടത്തും പറഞ്ഞിരിക്കുന്ന ഈ ഒരു പറച്ചിലുകൾ അല്ലെങ്കിൽ പ്രൊഫസീസ് ഒക്കെ നിവൃത്തിയായി എന്നത് ഒരു വലിയ പ്രഖ്യാപനമായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് പുതിയ നിയമ പുസ്തകങ്ങളിലെ ആദ്യത്തെ പുസ്തകമായി മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലാണ്. ഓൾ ദിസ് ഹാപ്പൻ ടു ടേക്ക് പ്ലേസ് വാട്ട് ദ ലോർഡ് ഹാസ് സ്പോക്കൺ ത്രൂ ദ പ്രോഫറ്റ്. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം എന്ന് പ്രവാചകൻ മുഖാന്തിരം ദൈവം കൽപ്പിച്ചത് നിവർത്തിയാകുവാൻ തക്കവണ്ണം ഇവയൊക്കെയും സംഭവിച്ചു എന്ന് മത്തായി പ്രഖ്യാപിക്കുകയാണ്. ഇവയൊക്കെയും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾക്ക് പുതിയ നിയമപുസ്തകത്തിൽ ആദ്യമായിട്ട് ഇമ്മാനുവേൽ എന്ന പദം, യേശുവിൻ്റെ ടൈറ്റിൽ കാണാൻ സാധിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ. പക്ഷേ മത്തായിയുടെ സുവിശേഷത്തിൽ ഇവിടെ മത്തായി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. ഇവിടെ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞത് നിവർത്തിയായി എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്നും 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ഈ ഒരു പ്രൊഫസി കാണുന്നത്. ആ ഒരു പ്രൊഫസി നമ്മൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. എവിടെയാണ് ഇമ്മാനുവേൽ എന്ന് യേശുവിനെ കുറിച്ചുള്ള ആ ഒരു കാര്യം വന്നത് എന്നത്. ഈ ഒരു സമയം സന്തോഷമുള്ള ഒരു സമയത്തായിരുന്നില്ല ദൈവം പ്രൊഫസി ചെയ്തത്. ആ ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും ദുർഘടമായ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു യുദ്ധത്തിൻ്റെ സമയത്താണ് യഹോവ അരുളി ചെയ്തത്, ഇമ്മാനുവേൽ, കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം നിങ്ങളെല്ലാവരും വായിക്കുക. ആ ഒരു സമയത്ത് യഹൂദ ഭരിച്ചിരുന്നത് ആഹാസാണ്. അപ്പോൾ ആഹാസ് എന്ന ആ ഒരു രാജാവ് യഹൂദയുടെ രാജാവായിരുന്നു. യഹൂദയും ഇസ്രയേലുമായിട്ട് രണ്ടായിട്ട് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും ഇസ്രയേൽ പിളർന്ന് രണ്ടായിരുന്നു. അപ്പോൾ സിറിയൻ്റെ രാജാവും ഇസ്രയേലിൻ്റെ രാജാവും കൂടെ ഒരുമിച്ച് കൂടിച്ചേർന്ന് യഹൂദയുടെ രാജാവിന് എതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അവരിവരെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അവരുടെ സൈന്യത്തിൻ്റെ ബലമൊക്കെ കണ്ടപ്പോഴത്തേക്കിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കാറ്റത്ത് ആടുന്ന വൃക്ഷം പോലെ രാജാവിൻ്റെയും ജനങ്ങളുടെയും ഒക്കെ ഹൃദയം ഉലഞ്ഞു എന്നതാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് മറികടക്കാൻ പറ്റത്തില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു അത്. വലിയ സൈന്യ സന്നാഹങ്ങളോടുകൂടി 2 രാജാക്കന്മാരാണ് ഇവർക്കെതിരെ യുദ്ധത്തിന് വരുന്നത്. ആ ഒരു സമയത്ത് യഹോവ യെശയ്യാ പ്രവാചകനെ ആഹാസിൻ്റെ അടുക്കിലേക്ക് വിടുകയാണ്. യെശയ്യാ പ്രവാചകനെ ആഹാസിൻ്റെ അടുക്കിലേക്ക് വിട്ടിട്ട് യഹോവ പറയുകയാണ്, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ, ഇറ്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. ആ ആലോചന നടക്കുകയില്ല, ഇത് സാധിക്കുകയില്ല, ഇത് നിലനിൽക്കുകയില്ല. ആഹാസിന് റീഅഷ്വറൻസ് നൽകുകയാണ്, ഒരിക്കലും അവർക്ക് നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല. ഇത് കണ്ട് വളരെ എന്താ പറയുക, സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആഹാസിനോട് യഹോവ പറയുകയാണ്, ആകാശത്തിൻ്റെ മുകളിൽ പാതാളത്തിൻ്റെ കീഴിൽ
നീ ഒരു അടയാളം ചോദിക്കുക എന്നത്. അപ്പോൾ ആഹാസ് പറയുകയാണ്, ഞാൻ അടയാളം ഒന്നും ചോദിക്കത്തില്ല, യഹോവയെ ഞാൻ എന്താ പറയുക, ടെസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് ദൈവം പറയുകയാണ്, ഇന്ന പിടിച്ച് ഞാൻ തന്നെ അങ്ങ് ഒരു അടയാളം തരികയാണ് എന്ന് പറഞ്ഞ് ആ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത്, യുദ്ധകാലത്താണ് ഇമ്മാനുവേൽ എന്ന മഹത്തായ ഈ ഒരു പ്രൊഫസി യെശയ്യാ പ്രവാചകന്റെ വായിൽ കൂടി ദൈവം കൊടുക്കുന്നത്. അന്ന് ദൈവം പറയുകയാണ്, ഒരു കുഞ്ഞിനെ കുറിച്ചാണ് അവിടെ നടത്തുന്നത് പ്രവചനം. ഒരു കുഞ്ഞ് ജനിക്കും, കന്യകയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കും, അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം. വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നു. കാരണം യുദ്ധത്തിൻ്റെ നടുക്ക് ആ ഒരു സമയത്ത് പറയുകയാണ്, അടയാളമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു കുഞ്ഞ് ജനിക്കും, കന്യകയ്ക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. ഇമ്മാനുവേൽ എന്നത് അവർക്ക് പേരിൻ്റെ അർത്ഥം അവർക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ദൈവം നമ്മോട് കൂടെ എന്നുള്ളത്. ഈ ഒരു ഇമ്മാനുവേൽ എന്ന ഒരു വാക്ക്, ഇമ്മാനു ഏൽ എന്ന ഈ രണ്ട് പദങ്ങൾ കൂട്ടി യോജിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ ഇമ്മാനുവേൽ എന്നത് കാണുന്നത്. ഇമ്മാനുവേൽ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലും ഇമ്മാനുവേൽ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവർക്ക് എൽ എന്ന വേർഡിൻ്റെ അർത്ഥം ഗോഡ് എന്നാണ്. ഇമ്മാനു എന്ന് പറഞ്ഞാൽ വിത്ത് അസ്. ഈ ഇമ്മാനു എന്ന ടേം പോലും രണ്ട് പദങ്ങൾ കൂടി ചേർന്നാണ് ഇമ്മാനു എന്ന് വരുന്നത്. അപ്പോൾ ഇമ്മാനു ഏൽ കൂടി ചേർന്ന് ഇമ്മാനുവേൽ എന്ന് ആകുന്നു. ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് ആഹാസ് ഒരുപക്ഷെ കേട്ടത് ദൈവം നമ്മോട് കൂടെ എന്നത് തന്നെയായിരിക്കും. വലിയ സൈന്യം നമ്മുടെയൊക്കെ കൂടെ ഉണ്ട് എങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു റീഅഷ്വറൻസ് ആണ് ആഹാസ് കണ്ടത്. പക്ഷേ ഈ ഒരു അടയാളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് അടയാളങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നത് നിഴൽ പുറകോട്ട് മാറുന്നു, അല്ലെങ്കിൽ സൂര്യൻ മങ്ങി എന്നിങ്ങനെയുള്ള പല അടയാളങ്ങൾ അപ്പം സംഭവിച്ചതാണ്. പക്ഷേ അന്നത്തെ സമയം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 700ഓളം വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 700 വർഷങ്ങൾ ശേഷം നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് ആ യുദ്ധത്തിൻ്റെ സമയത്ത് അവരുടെ പ്രവർത്തികൾ കൊണ്ട് അവർക്ക് മറികടക്കാൻ ആകാൻ മേലാത്ത ആ ഒരു സമയത്ത് ദൈവം പറഞ്ഞത്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഇവിടെ വലിയ വിശേഷണം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്താണ് ഇമ്മാനുവേൽ എന്നതിൻ്റെ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. വളരെ സിമ്പിളാണ്, ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ് എന്ന് നമ്മൾക്ക് തോന്നും. പക്ഷേ അവിടെ ആ പറഞ്ഞ അതൊരു പ്രൊഫസി ആയിരുന്നു, പിന്നീട് നടക്കാനുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ, രണ്ട് കാലഘട്ടത്തിൻ്റെ അന്തരത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവം നമ്മോട് കൂടെ. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്ന ആ ഒരു പഴയ നിയമ സമയത്ത് അബ്രഹാമിനോട് കൂടെയും നോഹയുടെ കൂടെയും ദാവീദിൻ്റെ കൂടെയും മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ പോയപ്പോഴുമൊക്കെ അവരുടെ കൂടെ തന്നെ ദൈവം ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ നടന്നു, അവരുടെ പിമ്പിൽ നടന്നു, മേഘമായി അഗ്നി തൂണായിട്ട് അവരുടെ കൂടെ നടന്ന ആ ഒരു ദൈവം. പക്ഷേ അവിടുത്തെ ആ ഒരു എന്താ പറയുക, സഹവാസത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് സമാഗമന കൂടാരം പണിയണം എന്ന് പറയുമ്പോൾ ദൈവം പറയുന്ന ആ ഒരു വാക്കുകൾ വളരെ പഴയ നിയമ പുസ്തകത്തിൻ്റെയും പുതിയ നിയമ പുസ്തകത്തിൻ്റെയും ദൈവത്തിൻ്റെ സഹവാസത്തിൻ്റെ അന്തരത്തെയാണ് അവിടെ കാണിക്കുന്നത്. അവിടെ ദൈവം പറയുന്നത്, എനിക്ക് ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ നടുവിൽ, ചില ബൈബിളിലൊക്കെ നടുവിൽ എന്നാണ്, ചില ബൈബിളിൽ ഇടയിൽ എന്നാണ്, എനിക്ക് ജനങ്ങളുടെ നടുവിൽ വസിക്കാൻ ഒരു കൂടാരം പണിയുക. ജനങ്ങളുടെ ഇടയിൽ നടുവിൽ അന്ന് ദൈവം സഹവസിച്ചിരുന്നു, അല്ലെങ്കിൽ അധിവസിച്ചിരുന്നു. ജനങ്ങളുടെ ഉള്ളിലല്ലായിരുന്നു. പിന്നീട് കൂടാരത്തിൽ നിന്നും, ഈ കൂടാരത്തിൻ്റെ പ്രത്യേകത പോലും, കൂടാരത്തിൻ്റെ അകത്ത് ആർക്കും കാണാൻ മേലാത്ത, അല്ലെങ്കിൽ ആർക്കും പ്രവേശനമില്ലാത്ത ഹോളീസ് ഓഫ് ദ ഹോളീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു യഹോവ അധിവസിച്ചിരുന്നത്. അവിടെ മറ്റാർക്കും പ്രവേശനം ഇല്ലായിരുന്നു. പുരോഹിതന് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും അവിടെ ചെന്നാൽ തന്നെ അവർ മറകൾ കൊണ്ട് മറച്ചിരുന്ന ഒരു സ്ഥലത്ത് ആ മറയെ തൊട്ടാൽ പോലും മരിച്ച് വീഴുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ജനങ്ങളും ദൈവവും തമ്മിലൊരു അന്തരമുണ്ടായിരുന്നു. ഒരു വലിയൊരു സെപ്പറേഷനായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ അതിവിശുദ്ധ നേച്ചറിനെ കാണിക്കാൻ വേണ്ടിയാണ്. അതിവിശുദ്ധ നേച്ചറിനെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മളൊക്കെ വളരെയധികം ജനങ്ങൾ, മ്ലേച്ഛരായ നീചരായ ജനങ്ങൾക്ക് അടുക്കാൻ പറ്റത്തില്ലാത്ത അത്ര അതിവിശുദ്ധനായ ദൈവമായിരുന്നു അത്. അല്ലാതെ ദൈവത്തിന് ഉച്ചനീചത്വം ഉള്ളത് കൊണ്ട് ഒന്നുമല്ലായിരുന്നു. പക്ഷേ ആ ഒരു
അവസരത്തിൽ നിന്നും പുതിയ നിയമകാലമായപ്പോഴത്തേക്കിനും വന്ന ഒരു മാറ്റമാണ് ഇമ്മാനുവേൽ, ദൈവം നിങ്ങളോട് കൂടെ, ദൈവം നമ്മോട് കൂടെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തരത്തിൽ ജനങ്ങളും ദൈവവും തമ്മിലുള്ള ആ ഒരു അന്തരം ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്നും 700ഓളം വർഷങ്ങൾക്ക് ശേഷം യേശു ജനിക്കുന്നു. ആദ്യത്തെ ക്രിസ്മസ് അവിടെ സംഭവിക്കുന്നു. ആ ഒരു ആദ്യത്തെ ക്രിസ്മസോടുകൂടി സംഭവിക്കുന്നത്, ദൈവം ശരിക്കും പറഞ്ഞാൽ വചനം ജഡമായി ജനിച്ച് വീഴുന്നത് ഒരു കാലിത്തൊഴുത്തിലാണ്, പുൽക്കൂട്ടിലാണ് എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കും. പക്ഷെ ആ ദൈവം വസിക്കാൻ ആഗ്രഹിച്ചത്, ദൈവം നേരെ വന്ന് കയറിയത് ഇമ്മാനുവേൽ, ദൈവം നിങ്ങളോട് കൂടെ, ദൈവം എന്നോട് കൂടെ, നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ്, നമ്മളുടെ ഉള്ളിലേക്കാണ് ദൈവം വന്നത്. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും വലിയ വ്യത്യാസങ്ങളിൽ ഒരു വ്യത്യാസമാണിത്. അന്ന് കൂടാരങ്ങളിൽ പാർത്ത, അന്ന് ദേവാലയത്തിൽ വാർത്ത, കെട്ടിടങ്ങളിൽ അധിവസിച്ച ദൈവം പിന്നീട് വസിക്കാൻ തീരുമാനിച്ചത്, ഇഷ്ടപ്പെട്ടത്, ചലിക്കുന്ന, ജീവിക്കുന്ന, ജീവൻ തുടിക്കുന്ന സമാഗമന കൂടാരങ്ങളായ നമ്മളിൽ ഓരോരുത്തരിലുമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കാൻ തീരുമാനിച്ച് ഈ ഒരു ഭൂമിയിൽ അവതരിച്ച ഒരു സമയമാണ് ക്രിസ്മസ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ദൈവം തീരുമാനിച്ചു, ഞാൻ എൻ്റെ മക്കളുടെ ഹൃദയത്തിലാണ് ഇനി വസിക്കാൻ പോകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ ഏറ്റെടുക്കാനുള്ള എന്തെങ്കിലും മാനമുണ്ടോ, മഹത്വമുണ്ടോ എന്നത് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ദൈവത്തിൻ്റെ ആ ഒരു വിശാല ഹൃദയമെന്നോ കൃപയെന്നോ ഒരിക്കലും വാക്കുകൾ കൊണ്ട് ആർക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലാത്തതാണ് ദൈവത്തിൻ്റെ കൃപ, മഹാകരുണ, മഹാകൃപ. അത്യുന്നതൻ, അതിവിശുദ്ധൻ, വിശുദ്ധൻ, അതിവിശുദ്ധൻ എന്ന മാലാഖമാരും സകല ഗണങ്ങളും പറയുന്ന അവൻ വസിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും ചീഞ്ഞ, നാറിയ, പുഴുക്കുത്തേറ്റ, ദുർഗന്ധം വഹിക്കുന്ന വാസസ്ഥലങ്ങളായ നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അപ്പോൾ ക്രിസ്മസ് എത്രമാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്താൽ മതിയാവും? നമ്മൾ ക്രിസ്മസ് സാധാരണയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണോ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കുക. യേശുവിനോട് കൂടെ അവൻ്റെ പ്രവൃത്തികൾക്ക്, അവൻ്റെ സ്നേഹത്തിന്, അവൻ്റെ കരുണയ്ക്ക്, അവൻ്റെ ദയയ്ക്ക് എത്രമാത്രം നമ്മൾ നന്ദി പറഞ്ഞാൽ മതിയാകും. കാരണം അവൻ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരാൻ തീരുമാനിച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലാണ് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റേതൊരു സുവിശേഷത്തെക്കാട്ടിലും കൂടുതൽ യേശുവിൻ്റെ ദൈവത്വത്തെ വലിയ രീതിയിൽ ചിത്രീകരിച്ച് കാണിക്കുന്ന സുവിശേഷത്തിൽ ആദ്യം തന്നെ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡം ധരിച്ച് നിങ്ങളുടെ ഇടയിൽ പാർത്തു, നമ്മളുടെ ഇടയിൽ പാർത്തു. ശരിക്കും പറഞ്ഞാൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നത് ആ ഒരു സമയമായപ്പോഴത്തേക്കിനും, ആദ്യത്തെ ക്രിസ്മസ് ആയപ്പോഴത്തേക്കിനും ദൈവം ജനങ്ങളുടെ ഇടയിൽ നിന്നും, ജനങ്ങളുടെ നടുവിൽ നിന്നും, ജനങ്ങളുടെ ഉള്ളിലേക്ക് വന്ന സമയമായിരുന്നു. യേശുവിൻ്റെ വാക്കുകളിൽ, എത്രയോ മൊഴികളിൽ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ തന്നെ എടുക്കണമെന്നും ദൈവം ഇതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കും. പല മൊഴികളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം, 15-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെയാണ് പുതിയ നിയമത്തിൻ്റെ സാരാംശം. പഴയ നിയമത്തിൽ പറയുന്നത്, നിങ്ങൾ മോശയുടെ ന്യായപ്രമാണം പ്രമാണിച്ചാൽ നീതി നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ പുതിയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണം പ്രമാണിച്ചതുകൊണ്ട് മാത്രമായില്ല, യേശു നേടിത്തന്ന നീതി നമ്മൾക്ക് ലഭിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ഹൃദയം കൊണ്ട് അവനെ വിശ്വസിക്കുകയും വായ് കൊണ്ട് അവനെ ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുമ്പോൾ. ഇത് ഒരുപാട് പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് നീതി നേടിത്തരുന്നത്. വെറും യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് വെറുതെ ഈസി ആയിട്ട് നമ്മൾക്ക് ലഭിക്കുന്നതല്ല നീതി എന്നതും മനസ്സിലാക്കുക.
പുതിയ നിയമത്തിലെ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള ആ ഒരു വ്യത്യാസമാണ്. ഒന്ന്, ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ കുടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ കുടിയിരുത്തി അവൻ നമ്മൾക്ക് നേടിത്തന്ന ആ ഒരു നീതിയും നമ്മൾക്ക് ലഭിക്കാനുള്ള പ്രൊവിഷൻ കൂടി ദൈവം നൽകിയിരിക്കുന്നു. ക്രിസ്മസ് എത്രമാത്രം നമ്മൾക്ക് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, മഹത്വമുള്ള ഒരു സംഭവ വികാസമായിട്ട് നടന്ന ഒരു സംഭവമായിട്ട് കണ്ട് നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ച് വർണ്ണിച്ച് ക്രിസ്മസ് ആഘോഷിക്കണം എന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അന്ന് അവരെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയത്തില്ലാത്ത വിജയം ദൈവം പറയുകയാണ്, ഇമ്മാനുവേൽ, ദൈവം നിങ്ങളോട് കൂടെ. നിങ്ങൾക്ക് അന്ന് അവരുടെ മുമ്പിലുണ്ടായിരുന്ന ആ ഒരു താൽക്കാലികമായ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ദൈവം പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ, ഇത് നടക്കുകയില്ല, നിങ്ങളെ അവർക്ക് ഓവർ പവർ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയാൽ നിങ്ങളുടെ പ്രവൃത്തികളാൽ നേടിത്തരാത്ത കാര്യം ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് എന്നിൽ കൂടെ അത് സാധ്യമാകും എന്നത് പുതിയ നിയമ ചട്ടത്തിൻ്റെ ആ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ തന്നെയായിരുന്നു. കാരണം പുതിയ നിയമചട്ടം ഇത് തന്നെയാണ്. നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ലാത്തത് ദൈവം തൻ്റെ പ്രസൻസ് കൊണ്ട് നമ്മൾക്ക് നീതി നേടിത്തരുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ക്രിസ്തു നമ്മളിൽ ഓരോരുത്തരിലും വസിക്കാൻ ആഗ്രഹിച്ച ഈ ഒരു ക്രിസ്മസ് ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിന് ഇഷ്ടമാകുന്ന തരത്തിൽ തന്നെ നിങ്ങളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക. സോ കം ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ് ആൻഡ് ഫോൾ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ക്രിസ്തു നമ്മൾക്ക് ചെയ്തു തന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ ഒരിക്കലും ക്രിസ്തുവിൽ നിന്നും അകന്ന് പോകുവാൻ നമ്മൾക്ക് കഴിയത്തില്ല. ക്രിസ്തുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തടുത്ത് വരാനേ നമ്മൾക്ക് കഴിയത്തുള്ളൂ. ഓരോ ദിവസവും ദൈവത്തിലേക്കുള്ള ആ ഒരു അടുപ്പം നമ്മൾ കൂട്ടി വരിക. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ യു വിൽ ഷുവർലി ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്.